മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇവിടെ ജയസാധ്യതയില്ല എന്ന് കണക്കാക്കുന്നത് തെറ്റാണ്. അങ്ങനെ എഴുതിത്തള്ളാവുന്ന സീറ്റല്ല. ശുദ്ധ അബദ്ധമായ കാര്യമാണ് ആളുകളെടുത്ത തീരുമാനം. എന്തൊരു തരികിട പണിയാണ് ആലോചിച്ച് നോക്കി. ഒരു റിയലിസ്റ്റിക് അല്ലാത്ത നേതൃത്വം, മറ്റുള്ളവൻ്റെ പേരും പഴപ്പം അന്വേഷിക്കുക എന്നുള്ളൊരു തരത്തിലുള്ള സംഗതിയാണ്. ശുദ്ധ ഭോഷ്ക് കാണിക്കുന്ന നേതൃത്വമാണ് അവരുടെ. ഫാൻസി ഡ്രസ്സ്, ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉദ്ദേശിക്കുന്ന ആൾക്ക് ഒരു ഫാൻസി ഡ്രസ്സ് കാണിച്ചു കിടക്കുക. BJP ജയിച്ചാൽ ഇന്ത്യയുടെ അവസ്ഥ എന്താവും? ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല. ജനങ്ങളിൽ നിന്നും എതിർപ്പ് നേരിടുമ്പോൾ രാജ്യം അതിർത്തിയിൽ സംഘർഷം ഉണ്ടാവും. കോൺഗ്രസിൻ്റെ കാര്യം, ഒരു കബന്ധം എങ്ങനെ ഒരു യുദ്ധം നയിക്കും? കേരളത്തിലെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ മേലധികാരികൾ നിഷ്ക്രിയത്വമാണ്. ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് ജനതാദളിൻ്റെ സമുന്നതനായ നേതാവും മുൻ മന്ത്രിയുമായ ജോസ് തെറ്റയിലാണ്. നമസ്കാരം. സാർ, ഇലക്ഷന് ഏതാണ്ട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ പിടിവാതിക്കലെത്തി നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്ന അങ്കമാലിയിലാണ്. അങ്കമാലിയിലെ മുൻ ജനപ്രതിനിധി എന്ന നിലയിലും ചാലക്കുടി മണ്ഡലത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പട്ടണം എന്ന നിലയിലും എങ്ങനെയാണ് ഈ ഇലക്ഷനെ നേരിൽ കാണുന്നത്? ഈ അങ്കമാലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അങ്കമാലി ഇപ്പം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ 3 നിയോജക മണ്ഡലങ്ങളും അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലും എറണാകുളം ജില്ലയിലെ 4. അപ്പോൾ അതിൻ്റെ മിഡ് പോയിന്റ് എന്ന നിലയിൽ അങ്കമാലിയാണ് പോയിന്റ്. ചാലക്കുടി പേര് മാത്രമേ ഉള്ളൂ. ചാലക്കുടി പേരേ ഉള്ളൂ. അതെന്തോ ഈ മുകുന്ദപുരം താലൂക്കിൻ്റെ പേരിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു കൺവേർഷനിൽ വന്ന സംഗതിയാണ്. അന്നൊന്നും ഇങ്ങനെ നിശ്ചയമുണ്ടായിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് എറണാകുളത്തിൻ്റെ തൃശ്ശൂരിൻ്റെയും മിഡ് പോയിന്റ് മാത്രമല്ല, മധ്യ കേരളത്തിൻ്റെ ഒരു പ്രധാന സംഗതിയാണ്. ഈ കോൺസ്റ്റിറ്റ്യുവൻസിക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൻ്റെ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു ഏരിയയിലുള്ള സംഗതിയാണ് ഇതൊക്കെ തന്നെ. ഇൻ്റർനാഷണൽ എയർപോർട്ട് തുടങ്ങിയ സംഗതികളൊക്കെ. ഇതാണ് ഈ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ജോഗ്രഫിക്കൽ ഇമ്പോർട്ടൻസ്. പിന്നെ പൊളിറ്റിക്കലി ഈ കോൺസ്റ്റിറ്റ്യുവൻസിൽ ഇപ്പോൾ 80 മുതലാണെങ്കിൽ 80-ലാണെന്ന് LDF ജയിച്ചത്. അതിന് മുമ്പ് നേരത്തെ പനമ്പള്ളി ഗോവിന്ദമേനോൻ ഉണ്ടായിരുന്ന കാലത്ത് പോലും അന്നത്തെ 16 സീറ്റുകൾ, അന്ന് 16 സീറ്റാണെന്ന് അന്ന് കേരളത്തിൽ LDF ജയിച്ചപ്പോൾ പനമ്പള്ളി ഗോവിന്ദമേനോൻ മാത്രമാണ് UDF. അന്ന് UDF എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അങ്ങനെ ഒരു ഫോമാറ്റ് അങ്ങനെ ആ ബേസിസ് അതാണ്. മറ്റേ കൂട്ടുമുന്നണി എന്നൊക്കെ പറഞ്ഞുള്ള വോട്ടിനകത്തുള്ള ബേസിക്കലി അന്നത്തെ ദിവസത്തിൽ ഇതുപോലെ പറയുമ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ, അന്ന് 71 ആണ് പ്രധാനമായ ഒരു പീരീഡ് വന്നത്. ആ സമയത്ത് കേരളത്തിൽ മറ്റ് കക്ഷികളുടെയൊക്കെ കൂടിച്ചേർന്ന് ഇങ്ങനെ ഉണ്ടായ ആ മുന്നണിയും കാര്യത്തിൻ്റെ ബേസിസിൽ വന്നതാണ്. അന്നത്തെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടെന്നുള്ള സാഹചര്യം, അന്ന് പ്യുവർലി 2 കോൺഗ്രസ് ആൻറ്റി കോൺഗ്രസ് എന്നുള്ള രീതിക്കായിരുന്നു. ഇന്നിപ്പം ഉണ്ടായിട്ടുള്ളൊരു പ്രത്യേകത, ഒരു ട്രയാങ്കുലർ സെറ്റപ്പ് വന്നിരിക്കുന്നു. അതിനകത്ത് ബേസിക്കലി ലാർജസ്റ്റ് സിംഗിൾ പാർട്ടി LDFൽ പെടുന്ന കക്ഷികൾ തന്നെയാണ്. ബേസിക് ആയിട്ടുള്ളത് CPM തന്നെ. കോൺഗ്രസ് നേരത്തെ കാലത്ത് വലിയ ശക്തിയായിരുന്നു കേരളത്തിൽ. കാരണം അങ്കമാലി, ചാലക്കുടി, ആലുവ ഇതൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ പ്രധാനമായ ഇങ്ങനെ ബേസിക്കലായിട്ടുള്ള സംഗതിയാണ്. ബേസിക്കലി അവരാണ് ഒരു ഹോൾഡുള്ള സ്ഥലമാണ്. അത് തന്നെയല്ല, കമ്മ്യൂണൽ ഇക്വേഷൻസൊക്കെ പറയുകയാണെങ്കിൽ ക്രിസ്ത്യൻസിന് നല്ല പ്രിഡോമിനൻസ് ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ചാലക്കുടി. മറ്റ് ഒക്കെ ഉണ്ട് എന്നാൽ തന്നെ ഇത് അന്നത്തെക്കാളും വ്യത്യസ്തമായിട്ട് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വന്നതിന് ശേഷമുള്ള സംഗതി, കഴിഞ്ഞ 2004 ഇലക്ഷനാണ് നമ്പാട മാഷ് ജയിക്കുന്നത്. അന്നത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും കരുണാകരൻ്റെ ഒരു വിരുദ്ധമായ ഒരു തരംഗം, പത്മജ സ്ഥാനാർത്ഥിയാവുന്ന സംഗതി, അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട്.
പക്ഷേ അതൊരു കേവലം വിജയം മാത്രമല്ല എന്നുള്ളതും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം 1,00,000 ശിഷ്ടം വോട്ടിനാണ് നമ്മുടെ മാഷ് ജയിക്കുന്നത്. അപ്പോൾ ഞാനാണ് അന്ന് ഇവിടുത്തെ ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ 2004. അപ്പോഴൊക്കെ ഞങ്ങളുടെ പ്രതീക്ഷ ഒരു കടന്നുകൂടാം എന്നൊക്കെ രീതിക്കായിരുന്നു. ഇത് ആളുകളിങ്ങനെ ഇത്രയും ശക്തമായി പ്രതികരിക്കുമെന്ന് ആരും വിചാരിച്ചില്ല. നമ്മുടെ മാഷ് വളരെ സരസമായ പല കാര്യങ്ങളിങ്ങനെ പറയുകയും ചെയ്തു. ഇപ്പോൾ ഞങ്ങളിങ്ങനെ കൗണ്ടിങ്ങിന് ഇരിക്കുന്നിടത്ത് എന്നോട് ചോദിച്ചു, ജോസ് ഇത് നമ്മുടെ തന്നെയാണോ അത് അപ്പുറത്തെ ആളുടെ ആണോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഹാസ്യാത്മകമായും എല്ലാം തന്നെ ഉണ്ട്. ഒന്നും കൂടി നോക്കി തെറ്റയിലൊന്നും കൂടി നോക്കി വക്കീൽ അതൊന്നും നോക്ക്, ഞാൻ തന്നെയാണോ ഒന്ന് നോക്കിയെന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു സംഗതിയൊക്കെ ഉണ്ട്. അത് അന്ന് മത്സരിച്ചത് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിലാണ്. ആദ്യം ഒരു സ്വതന്ത്രനായിട്ടാണ് വന്നെങ്കിലും പിന്നീട് ഇതില്ലല്ലോ. ഇല്ല. അപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴൊക്കെ പലരും പറഞ്ഞു, അരിവാളും ചുറ്റിയാൻ രക്ഷപ്പെടില്ല എന്നുള്ള രീതിക്ക് വന്ന് പറഞ്ഞ ദീപകനാണ്. അന്ന് ജയിച്ചു. പിന്നീട് 2014 കഴിഞ്ഞ് 2011 വന്നു കഴിഞ്ഞപ്പോഴാണ്, അപ്പോഴേക്കും മാഷ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിരുന്നു. 2011 അന്നത്തെ പിന്നീട് വന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്നതും അന്ന് CPMൻ്റെ UP ജോസഫായിരുന്നു അന്ന് സ്ഥാനാർത്ഥി. അത് സാധാരണ അന്ന് പ്യുവർലി പൊളിറ്റിക്കൽ മാത്രമായ ആളുകളെ കൊണ്ട് ചുരുങ്ങുകയും ഒതുങ്ങുകയും ചെയ്തു. 2014 വന്നപ്പോഴാണ് ഒരു ചേഞ്ച് മറ്റു തരത്തിൽ വന്നത്. അത് കോൺഗ്രസിൻ്റെ ആളുകൾ അന്ന് PC ചാക്കോയാണ് ശക്തനായ കോൺഗ്രസിൻ്റെ നേതാവ്, ദേശീയ നേതാവ് തന്നെ വേണം പറയാവുന്ന, ദേശീയ തലത്തിൽ ചെയ്യാവുന്ന ഇറ്റ്സ് തന്നെ ഒരു എഫിഷ്യൻറ്റ് മാൻ. കേരളത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. കോൺഗ്രസിൻ്റെ സംഗതിയൊക്കെയാണ്, കോൺഗ്രസുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ സംഗതിയൊക്കെ തന്നെ. പിന്നെ ഒടുവിൽ കോൺഗ്രസ്സുകാരെ തന്നെ മുന്നോട്ട് പോകുന്നത് തോൽപ്പിക്കാൻ, അത് കോൺഗ്രസിൻ്റെ ഒരു രീതി അങ്ങനെ ആയതുകൊണ്ട് ഒക്കെ തന്നെയാണ്. തന്നെയല്ല തൃശ്ശൂരിൽ നിന്ന് വന്ന് ഇവിടെ ആദ്യം നേരത്തെ വെച്ച് മാറിയതാണല്ലോ, വെച്ച് മാറി. അപ്പോൾ ഇവിടെ നിന്നുള്ള തൃശ്ശൂർ സേഫ് അല്ലാന്ന് തോന്നിയപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് മാറി. അതെ, ഒരു മിസ്കാൽക്കുലേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തെക്കുറിച്ച് വലിയ ആക്ഷേപമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പിന്നീടുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇന്നസെൻ്റ് ഈ പറഞ്ഞ പോലെ ഇടിവെട്ട് പോലെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. പുള്ളി ഇങ്ങനെ അപ്പോൾ അന്നേരം ഒരു ജയിക്കാൻ സാധ്യത ആത്മവിശ്വാസം കുറവായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇലക്ഷനിങ്ങനെ പോകുമ്പോൾ ഒരു സംഗതി ഇങ്ങനെ ആൾക്കാരിങ്ങനെ കാണുമ്പോഴും പ്രതികരിക്കുമ്പോഴും, അപ്പോൾ സിനിമ നടനെ കാണാനുള്ള പ്രതികരണം മാത്രമാണോ എന്നുള്ള രീതിയിൽ ആൾക്കൂട്ടം അത് മാത്രമാണോ എന്ന് ഞാൻ പറഞ്ഞു. ഇത് ഇനി ഓട്ടാവാൻ സാധ്യത ഞങ്ങളിങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഇതെങ്ങനെ ഓട്ടാവാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ എന്നോട് ചോദിക്കും, വക്കീലെ അതൊരു എന്താ സ്ഥിതി എന്ന് പറഞ്ഞു. ഞാൻ ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് ഞാൻ അങ്ങനെ പുള്ളിയുടെ രീതിക്ക് മറുപടി എങ്ങനെയാണ്, ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇപ്പം അല്ലെങ്കിൽ നമുക്ക് എന്ത് ജയിച്ചില്ലെങ്കിലും എന്ത് എന്നുള്ളൊരു വളരെ സില്ലിയായിട്ട് തെരഞ്ഞെടുപ്പിന് നേരിട്ട ഒരാളാണ്. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സംഗതി ഉണ്ടായിരിക്കും. കുറേ ഇങ്ങനെ കഴിഞ്ഞ് ഇപ്പോൾ ഇലക്ഷൻ ലാസ്റ്റ് എങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇത് കണ്ടിട്ട് നമ്മൾ ജയിക്കും എന്നുള്ള തോന്നണേ എന്ന് പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ജയിച്ചാൽ പ്രശ്നമാവുമോ ഇനി എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഞങ്ങളുടെ ഡയലോഗ്സ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവസാനം ജയിച്ചു. ഒരു കൺവിൻസിങ് ആയിട്ടുള്ള സംഗതിയൊക്കെ ജയിച്ചു. ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു UDFൻ്റെ മണ്ഡലമാണ് എന്നുള്ളൊരു അവകാശവാദം അടിസ്ഥാനരഹിതമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ചുരുങ്ങിയ കാലം 2004 മുതൽ ഇപ്പം ഈ 24 വരെയുള്ള കാലഘട്ടത്തിൽ 10 വർഷം LDF ആയിരുന്നു. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ CPM ലീഡ് ചെയ്യുന്ന LDFന് ഇവിടെ ജയസാധ്യതയില്ല എന്ന് കണക്കാക്കുന്നത് തെറ്റാണ്. അങ്ങനെ എഴുതിത്തള്ളാവുന്ന സീറ്റല്ല. നമ്പാട മാഷ് അതുപോലെ തന്നെ തത്തുല്യമായി ഒരു നിർമ്മല ഹൃദയം ഉള്ള ഒരാളൊക്കെ ജയിച്ചു വരുന്നൊരു സ്ഥലമാണ്. പക്ഷേ ഇതിലൊരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, പരമ്പരാഗതമായി CPM നേതാക്കന്മാരല്ല ജയിച്ചിരിക്കുന്നത്. നമ്മുടെ മാഷ് പരമ്പരാഗതമായൊരു CPM നേതാവായിരുന്നില്ല, ഇന്നസെൻറ്റും പരമ്പരാഗതമായൊരു CPM നേതാവായിരുന്നില്ല. അങ്ങനെ ഉള്ള ഒരു ചെറിയൊരു തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടി ഇവിടെ നിന്ന് കാണുന്നുണ്ട്. എന്ന് പറയാം, ആളുകൾ കുറച്ചും കൂടി CPM ലിബറലാണ്. അതെ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്നതിൽ ചാലക്കുടിക്കാരെല്ലാ കാലത്തും മുകുന്ദവരായാലും ശരി ചാലക്കുടി ആയാലും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നില്ല. അപ്പോൾ നമുക്കറിയാം കോൺഗ്രസിൻ്റെ തന്നെ സ്ഥാനത്ത് സാവിത്രി ലക്ഷ്മണൊക്കെ വരുന്ന സമയത്തും അവർ ദീർഘകാലമായി ഈ കോൺഗ്രസിൽ ഉണ്ടായിരുന്നവരല്ലോ. അവർ ഉണ്ടായിരുന്ന മാത്രമല്ല, അവർ അതിനുശേഷം എനിക്ക് ആദ്യമായിട്ട് വരുവാണ്. അപ്പോൾ അത് ആ സമയത്ത് വലിയ സ്വീകാര്യത അവർക്ക് കിട്ടിയത്. അങ്ങനെയുള്ളൊരു ചില പരീക്ഷണങ്ങളും കൂടി ചാലക്കുടിക്കാർ കാലാകാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത്,
ഇത്തവണ നമ്മൾ ബെന്യാമിൻ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള ചില സൂചനകളാണ് അദ്ദേഹം തന്നിരിക്കുന്നത്. അപ്പോൾ പക്ഷേ എതിർ സ്ഥാനാർത്ഥി ആരാധനെ കുറിച്ച് ഇപ്പോഴും ഒരു ധാരണയിൽ എത്തിയിട്ടില്ല. ഇപ്പം അദ്ദേഹമാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ വിലയിരുത്തുന്ന സമയത്ത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് അപ്പുറത്തേക്ക് പോകുന്നതിന് മുന്നേ തന്നെ LDFന്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ഒന്നും അങ്ങനെ ആലോചിച്ചിട്ടില്ല. കാരണം LDF എപ്പോഴും അങ്ങനെ നേരത്തെ അങ്ങനെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നങ്ങനെ നിർത്തുന്ന പരിപാടി ഇല്ല എന്നുള്ളൊരു സ്വഭാവം ഉണ്ട് അതിനകത്തൊക്കെ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പ്രതീക്ഷിക്കേണ്ടതില്ല. പിന്നെ നേരത്തെ വന്നു കഴിഞ്ഞാൽ പല പല സംഗതികളും അതിനകത്തുണ്ട്, ഇല്ല എന്നല്ല. കാരണം നെഗറ്റീവ് അന്വേഷിക്കാൻ ആദ്യം പുറപ്പെടും. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് കാര്യം നമ്മുടെ ഈ വിഷയത്തിൻ്റെ ഭാഗമല്ലെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് എപ്പോഴും മറ്റുള്ളവൻ്റെ ഒളിഞ്ഞു നോക്കുക എന്നുള്ളതാണല്ലോ. അത് ഒരു നാടൻ ഭാഷയെ പറയുകയാണെങ്കിൽ മറ്റുള്ളവൻ്റെ പേരും പിഴപ്പം അന്വേഷിക്കുക എന്നുള്ള ഇത്തരത്തിലുള്ള സംഗതിയാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയധികം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കാരണം അങ്ങനത്തെ ഉള്ള ആൾക്കാരുടെ ഈ താല്പര്യം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഗുപ്തമായ കാര്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ളതാണ് ആളുകൾക്ക് ഏറ്റവും വലിയ ഇഷ്ടമായ കാര്യം. അല്ലെങ്കിൽ ഗോപ്യമായ എന്തൊക്കെയാണോ എന്നൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത് ആ ഒരു രീതിക്കാണ്. അതിപ്പോൾ ഇലക്ഷൻ വന്നാൽ വരും, അല്ലാതെ വെറുതെ വന്നേക്കാം. പക്ഷേ അതിനേക്കാൾ ഒരു അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല. പിന്നെ തന്നെയെല്ലാം CPMൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ പാർട്ടി മെഷീനറിയുടെ ഒരു വർക്കിംഗ് ആണ് എപ്പോഴും അതിനകത്ത് ശക്തമായിട്ട് വരികയും പിടിക്കുകയും ചെയ്യുന്നത്. ആരായാലും കുഴപ്പമില്ല. CPMൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്ഥാനാർത്ഥി മെറ്റീരിയലാണ് അവർക്ക്. ചിഹ്നമാണ് ശരിക്കും അവർ പ്രാധാന്യം. അതെ അതെ. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ അതൊരു പ്രശ്നമല്ല. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാളും ഒരു അഡ്വാൻറ്റേജസ് പൊസിഷൻ ഇപ്പോൾ LDFന് കാണുന്നത് രണ്ട് തരത്തിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അന്ന് BJPക്ക് ഇത്രയും വളർച്ച ഉണ്ടായിട്ടില്ല. അന്ന് കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്നും പറഞ്ഞ ആൾക്കാരൊക്കെ തെറ്റിദ്ധരിച്ചു പോയി. മാത്രമല്ല അദ്ദേഹം ഇവിടെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാവുകയും ചെയ്തില്ല, വയനാട്ടിൽ ചെയ്യുകയും ചെയ്തു. അപ്പം തന്നെ ഒരു ഇടതുപക്ഷം അല്ലെങ്കിൽ BJPയുമായി ബന്ധപ്പെടുന്ന ഒരു രീതിക്ക് ഉണ്ടാവില്ലല്ലോ സ്വാഭാവികമായിട്ട്. പിന്നെ എന്തിനാ കോൺഗ്രസിനല്ലാതെ LDFന് ജയിപ്പിക്കണമെന്നൊരു തോന്നൽ, അതൊരു കാര്യം. പിന്നെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും പോലെ ഇപ്പോൾ നമ്മളിത് തടസ്സം നിൽക്കണേ, കേരളത്തിൽ നിന്ന് പോകുന്ന ഒരു MP പ്രധാനമന്ത്രി ആവുന്നു എന്നൊക്കെയുള്ള ഒരു വലിയ സംഗതിക്കൊക്കെ തോന്നിക്കത്തിരുന്നു. മറ്റൊരു വൈകാരികമായ കാര്യം, ശബരിമല ഇഷ്യൂ നന്നായി എഫക്റ്റ് ചെയ്തു ഉള്ള കാര്യമാണ്. CPM അങ്ങനെ ഔദ്യോഗിക വിലയിരുത്തിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു വലിയൊരു ഘടകമായിരുന്നു, ഒരു സംശയമില്ല. അതൊക്കെ ഞാൻ പൊളിറ്റിക്സിലുണ്ടായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശുദ്ധ അബദ്ധമായ കാര്യമാണ് ആളുകളെടുത്ത തീരുമാനം. വൈകാരികമായിട്ട് ചെയ്യുമ്പോഴൊക്കെ തന്നെ ഇതിനു വേണ്ടി വാദിക്കുകയും അതിനുവേണ്ടി കേസ് കൊടുക്കുകയും ചെയ്ത RSSൻ്റെ ആളുകളൊക്കെ അത് സാധ്യമായതിനു ശേഷം വനിതാ പ്രവേശനം അത് സാധ്യമായതിനു ശേഷം നേരെ എതിരായ പ്രസ്താവന നടത്തിയിട്ട് രംഗത്ത് വരില്ല. ഈ O രാജഗോപാൽ മാതൃഭൂമിയിൽ എഴുതിയ ലേഖനത്തിൽ വനിതകളെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞാണ്. അതെ. പക്ഷെ അങ്ങനെയുള്ള ആളുകളൊക്കെ പിൻവലിക്കുകയും മറ്റൊരു സംഘം കയറിയിട്ട് വലിയ രീതിയിൽ പ്രചണ്ഡമായ പ്രചരണം കഴിച്ചുവിടുകയും ചെയ്തപ്പോൾ അതിന് പ്രതിരോധിക്കാൻ പറ്റിയില്ല, പ്രതിരോധിക്കാൻ സാധിച്ചില്ല. അത് വൈകാരികമായി പോയി സംഗതി. വൈകാരികമായി മതപരമായ വികാരത്തിൽ പല സ്ഥലങ്ങളിലും സ്ത്രീകളെ ഇറക്കി വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തി. അതെ അതെ. പല സ്ഥലങ്ങളിലും താലയന്തിയ സ്ത്രീകൾ വരുന്നു. ആ ഇലക്ഷൻ തൊട്ട് മുമ്പ് ഇവിടെ. അപ്പോൾ പക്ഷേ LDF വേറൊരു കാര്യം ചെയ്തു, അന്ന് വനിതാ മതിൽ ഉണ്ടാക്കി. പക്ഷെ വനിതാ മതിലിൽ പങ്കെടുത്തവർ പോലും വോട്ട് ചെയ്തില്ല. ചെയ്യാൻ പറ്റില്ല, ആ രീതിക്കായി. അല്ല, അതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തുക അത് വേറൊരു ഇഷ്യൂ ആണ്. ഞാൻ അത് വിലയിരുത്താൻ നിൽക്കുന്നില്ല. വനിതാ മതിൽ ഒക്കെ ഉണ്ടായി സൃഷ്ടിച്ചതിൻ്റെ ഒരു മറ്റു തരത്തിലുള്ള ഇമ്പാക്റ്റിന് ചില തുടർ നടപടികൾക്ക് ഉണ്ടായിട്ടുള്ളൊരു അപാകമായ പ്രവർത്തനമാണെന്ന് ഞാൻ വിലയിരുത്തും. പാർട്ടി അങ്ങനെ വിലയിരുത്തി എനിക്ക് അറിഞ്ഞുകൂടാ. കേരളത്തിലെ ഈ സന്ദർഭത്തിൽ പറയേണ്ടതല്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ വലിയ പൊളിറ്റിക്കൽ കോൺഷ്യസ് ആണ് എന്ന് ഞാൻ പറയില്ല. അടിയന്തരാവസ്ഥ കാലത്ത് വിവരമില്ലാത്തെന്ന് പറയുന്ന ഉത്തരേന്ത്യൻ ജനങ്ങൾ ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും തോൽപ്പിച്ച് അടിയന്തരാവസ്ഥയ്ക്ക് മറുപടി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ നേരെ 77 തെരഞ്ഞെടുപ്പിൽ 17 സീറ്റ് മാത്രമാണ് LDFന് കിട്ടിയത്. തൂത്തുവാരി പോയി. പാർലമെൻ്റ് ആണെങ്കിൽ അങ്ങനെ മൊത്തം പോയി എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഈ സോക്കാൾഡ് പ്രബുദ്ധത മലയാളികളുടെ കേരളീയരുടെ അത് എനിക്ക് അഭിപ്രായമില്ല. അത്തരത്തിൽ വളരെ കാപട്യമുള്ള ഒരു ജനവിഭാഗം അങ്ങനെ ചെയ്യുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ. പിന്നെന്ന് വെച്ചാൽ ഈ വിദ്യാഭ്യാസം കൊണ്ടൊന്നും പൊളിറ്റിക്സിൽ വിലയിരുത്താൻ പറ്റില്ല. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അടിസ്ഥാനത്തിൽ പൊളിറ്റിക്സ് തീരുമാനിക്കുക.
വളരെ ഗുരുതരമായ സ്ഥിതിയിലാണ് ഇപ്പോൾ ഇന്ത്യ ഇന്നും. അല്ല, അതാ ഞാൻ ചോദിക്കുന്നത്. നമ്മൾ ശരിക്കും ഇപ്പം നിലനിൽക്കുന്ന നമ്മൾ 5 വർഷം മുന്നേ ഉള്ള ആ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലല്ല ജീവിക്കുന്നത്. വലിയ രീതിയിലുള്ള വർഗീയത ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് വിശ്വാസത്തെയും അതിനെയൊക്കെ വലിയ രീതിയിൽ കൊണ്ടുപോയി ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠ ചടങ്ങ് പ്രധാനമന്ത്രി നടത്തുന്ന ഒരവസ്ഥയിലേക്ക് നമുക്കറിയാം. ഇപ്പം നമ്മുടെ ജവഹർലാൽ നെഹ്റു നമ്മുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ച സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്കൊക്കെ പൂർണ്ണമായി വലിച്ചെറിഞ്ഞ് മറ്റൊരു രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇവിടെ നടക്കുന്നത്. ഈ സമയത്ത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ റോൾ ഈ സോഷ്യലിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നു. നമുക്കറിയാം യഥാർത്ഥത്തിൽ ബദൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും സോഷ്യലിസ്റ്റുകളായിരുന്നു. പക്ഷെ ഇന്ന് ബീഹാറിൽ നോക്കൂ, നിതീഷ് കുമാറിനെ പോലെയുള്ള ആളുകൾ വലിയ പ്രതീക്ഷയോട് വന്ന നിതീഷ് കുമാർ തിരിച്ചു പോകുന്നു. ഈ നമുക്ക് ദേവഗൗഡ, മുൻ പ്രധാനമന്ത്രിയായിരുന്ന ദേവഗൗഡയെ പോലുള്ള നേതാക്കന്മാരും BJP പാളയത്തിലേക്ക് പോകുന്നു. അപ്പം പ്രതീക്ഷ നഷ്ടപ്പെട്ട വലിയൊരു അവസ്ഥ ഇവിടെയുണ്ട്. എങ്ങനെയായിരുന്നു നോക്കിക്കാണുന്നത്? വളരെ ഗുരുതരമാണ് ആ സ്ഥിതി, ആശങ്കാജനകമാണ് ആ സ്ഥിതി. കാരണം ജനങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ മൊത്തത്തിൽ ജനതാദളിൻ്റെ പേര് സെക്കുലർ എന്നാണ് ദേവഗൗഡ ഉള്ള പാർട്ടി. ഈ എസ് എന്നതാണ് ഇപ്പം സംശയമുണ്ട്. എന്തൊരു തരികിട പണിയാണ് ആലോചിച്ച് നോക്കി. കാരണം സെക്കുലറായ ഒരു പാർട്ടി തികച്ചും മതാധിഷ്ഠിതമായ ഒരു പാർട്ടിയുടെ കൂടെ കൂടിയിട്ട് എന്ത് സെക്കുലർ, അതതിൻ്റെ സെക്കുലർ എന്നുള്ള പദം തന്നെ കൊഴിഞ്ഞുപോയി, വിതറിങ്ങവയാണ് ആ വാക്ക് തന്നെ ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അതിനേക്കാളേറെ ഏറ്റവും വലിയ നാടകീയമായ പിന്മാറ്റം നടത്തിയത് നിതീഷ് കുമാറാണ്. നിതീഷ് കുമാർ BJPക്ക് എതിരായിട്ടുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിൽ, BJPക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ സേനാധിപതിയാണ്. അല്ല, ഈ 28 പാർട്ടികളെ യോജിപ്പിച്ച് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു വലിയൊരു മുന്നണി ഉണ്ടാക്കുന്നതിന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ആളാണ് നിതീഷ് കുമാർ. പക്ഷെ ആ നിതീഷ് കുമാറാണ് ഈ ഇലക്ഷനോടനുബന്ധിച്ച് മറുകണ്ഠം ചാടുകയും BJPയോട് അടിയറു പറയുകയും ചെയ്യുന്നത്. അപ്പോൾ എന്ത് സന്ദേശം കൊടുക്കുന്നുള്ള വലിയ വിഷയമില്ല. അത് വളരെ ഒറ്റയടിക്ക് പറയാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇതിനൊക്കെ കാരണം ആരാ? കോൺഗ്രസ്സാണ്. കോൺഗ്രസ് ഇപ്പോഴും നമ്മുടെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് അവൻ്റെ കാര്യമാണെന്ന് എനിക്കറിയില്ല, എന്നാലും ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, കോൺഗ്രസ് ഇപ്പോഴും ലീസ്റ്റ് ബോധേഡാണ്. ഇന്ന് ഇപ്പോൾ ഈ പറയുന്ന ഈ ഇന്ത്യ മുന്നണിയുടെ, ഞാനൊരു പൊളിറ്റിക്കൽ അസസ്മെൻ്റ് പറഞ്ഞാണ്, ഒരു പാർട്ടി അഭിപ്രായമല്ല, ഇന്ത്യ മുന്നണിയുടെ പ്രധാന ഘടകം എന്ന രീതിയിൽ പറയുന്ന മമതാ ബാനർജിയുടെ കോൺഗ്രസ്സിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഇന്ന് അവർ പറഞ്ഞിരിക്കുന്ന 40 സീറ്റാ കോൺഗ്രസിന് കിട്ടുള്ളൂ മൊത്തം. അതെ, വളരെ അലാമിംഗ് ആണ്. അല്ല, അവർ പറഞ്ഞ 42 സീറ്റിൽ അവിടെ മത്സരിക്കുന്നുണ്ട്. അവരും കോൺഗ്രസ് ഒരുപോലെ ഇരിക്കുന്നവർ പറഞ്ഞു. അതെ അതെ, പശ്ചിമ ബംഗാളിൽ നിന്ന് അവർ നേടുന്ന സീറ്റും ടോട്ടൽ ഇന്ത്യയിൽ നേടുന്ന സീറ്റും കറക്റ്റ് ആയിരിക്കും. അതാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞത് 40 സീറ്റ് എന്ന് ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളൂ. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ പൊളിറ്റിക്കലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 45ഓടത്തോളം സീറ്റാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയത്. 15 സീറ്റും കേരളത്തിൽ നിന്നാണ്. അതെ, എന്ന് പറഞ്ഞാൽ 30 സീറ്റാണ് മറ്റ് ഈ 27 സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റവിടെ നിന്നും ഇങ്ങനെ കൊണ്ടുവന്നൊക്കെ ബാക്കി 543 ഈ 15 സീറ്റ് കഴിച്ചിട്ട് ബാക്കിയിടുന്ന് കിട്ടിയിരിക്കുന്നത്. കോൺഗ്രസ് എവിടെ നിന്ന് വരാൻ? ഒരു റിയലിസ്റ്റിക് അല്ലാത്ത നേതൃത്വം, ശുദ്ധ ഭോഷ്ക് കാണിക്കുന്ന നേതൃത്വമാണ് അവരുടെ. രാഹുൽ ഗാന്ധിക്ക് ഇതൊക്കെ തമാശയാണ്. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ്, അഖിലേന്ത്യാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനായിട്ട് മാസം പോലുമില്ല. കാരണം 15-ാം തീയതി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരാൻ നിൽക്കണം. അപ്പോഴാണ് യാത്ര നടത്തുന്നത്. അയാളുടെ യാത്ര എന്തിനാ, ആർക്ക് വേണ്ടി യാത്ര? ഒരു ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ് അയാൾ. ചോടോ യാത്ര നേരത്തെ നടത്തിയതിന് കുറേ ഇമ്പാക്റ്റ് ഉണ്ടായെന്ന് വെച്ചാൽ ഇല്ലയെന്ന് പറയാൻ നോക്കില്ല. കാരണം അയാൾക്കൊരു ഇത് സീരിയസ് ആണെന്ന് തോന്നി. ഇതുപോലെ ബാലിശമായിട്ട് ഒരു പാർലമെൻറ്റ് മെമ്പർ, ബാലിശമായ ഒരു പാർട്ടി ലീഡർ ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടില്ല ഒരിക്കൽ പോലും. കാരണം പാർലമെൻറ്റിൽ പോയി, പാർലമെൻറ്റ് ഇടയ്ക്ക് നടക്കണതിനിടയ്ക്ക് പ്രധാനമന്ത്രിയുടെ സീറ്റിൽ ചെന്ന് ഹഗ്ഗിങ്, എന്തൊരു അവകാശമായ സംഗതിയാണ്. ഒരു ഡ്രാമ നടത്ത സംഗതിയിൽ. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ചുമട്ട് നോക്കി ചുമട്ടുകാരനാകുന്ന ഒരു ആ രീതിക്ക് വന്ന ആളായിട്ട് വരിക. ഫാൻസി ഡ്രസ്സ്, ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉദ്ദേശിക്കുന്ന ആൾക്ക് ഫാൻസി ഡ്രസ്സ് കാണിച്ചു കിടക്കുക. അപ്പോൾ ഈക്വലി ഒരു പ്രശ്നമുണ്ട്. മോദി ഈസ് ആൾസോ ഈക്വലി. അതാണ് ഈ കോപ്പി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതെ, കാരണം മോദി ഇത്തരത്തിലുള്ള കുറേ ഫാൻസി ഡ്രസ്സാണ് നടത്തുന്നത്. പുള്ളി ഓരോ പരിപാടിക്ക് ചെന്നത് വ്യത്യസ്തമായ ഡ്രസ്സ് ധരിക്കുന്നു, വ്യത്യസ്തമായ തൊപ്പി ധരിക്കുന്നു.
വളരെ ഇമോഷണലായി സംസാരിക്കുന്നു, ചില സ്ഥലങ്ങളിൽ ചില ഇതിൽ തമാശ പറയാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ഇപ്പം തൃശ്ശൂർ വരുമ്പോൾ അദ്ദേഹം വേറെ നമ്മൾ പിന്നെ തമിഴ്നാട്ടിൽ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം വേറെ രീതിയിൽ പെരുമാറുന്നു. ഇത് കോപ്പി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് രാഹുൽ ഗാന്ധി. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസത്തെ ഈ ബജറ്റ് അവതരണമായിരുന്നു ഏറ്റവും, അതായത് ഏറ്റവും കൂടുതൽ ക്രൂഷ്യലായിട്ടുള്ള നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു മറുപടി പറയാനോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനോ രാഹുൽ ഗാന്ധി ഈ സഭയിലില്ല. അത് ശൂന്യമായ ഒരു ബുദ്ധി പശ്ചാത്തലമാണ് ഈ കോൺഗ്രസിനുള്ളത്. ഇപ്പം ആരാ കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന? കേസ് വേണുഗോപാലോ അതോ മറ്റുള്ള ചില ആൾക്കാരൊക്കെ തന്നെ? ആരാ ലീഡ് ചെയ്യുന്നത്? ഒരാളും സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരില്ലല്ലോ. ഈ ഗർഗെ മാത്രമാണ് അതിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ആൾ. പക്ഷേ ഗർഗേൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏജ്ഡ് ആണ്, അദ്ദേഹത്തിന് ചടുലമായ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല. പിന്നെ സോണിയാഗാന്ധി ഏതാണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതാണ് അവസ്ഥ. കോൺഗ്രസിന് എടുത്തു കാണിക്കാൻ പറ്റുന്ന, എല്ലാ കാലത്തും എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു ലീഡർ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കാലങ്ങളായിട്ട് അതില്ല. അതാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു അനുബന്ധം എന്ന് വെച്ചാൽ ഈ സോഷ്യലിസ്റ്റ് ബന്ധമുള്ള പശ്ചാത്തലമുള്ള ആളുകളൊക്കെ NDA ആയി ചേരുന്നതിൻ്റെ ഒരു കാരണം ഇവരെ കൂടെ നിർത്താൻ ഒരു ശ്രമവും കോൺഗ്രസ് നടത്തുന്നില്ല. പ്രധാനമായിട്ട് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടകയിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിൻ്റെ ആക്ഷേപം JDS BJPയുടെ ബി ടീമാണ്, BJP വേണത് കോൺഗ്രസിൻ്റെ ബി ടീമാണെന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അവസാനം ശരി ഓക്കെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും, അതായത് കോൺഗ്രസിൻ്റെ ഒരു ഹോളോനെസ് മാത്രമല്ല, ഒരു ശൂന്യത മാത്രമല്ല, ദുരുപധിഷ്ഠിതമായ പ്രവർത്തനം കൂടിയാണ് ദേവഗൗഡ. ഇപ്പോൾ അങ്ങനെ NDA പോയി നമുക്ക് അഭിപ്രായത്തോണ്ട് ഞങ്ങളായിട്ട് ഇപ്പോൾ ബന്ധമില്ല. അവിടുത്തെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു, കർണാടകയിൽ നിന്നുള്ള പ്രധാനമന്ത്രിയാണ്, സിറ്റിംഗ് ആയിട്ടുള്ള MP ആണ് അവിടുത്തെ. ഈ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗികമായ ചടങ്ങെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിയുടെ ചടങ്ങല്ല, മുഖ്യമന്ത്രി ഓഫ് ദ സ്റ്റേറ്റ് ആണ്. അയാൾ താമസിക്കുന്നത് ഈ ചടങ്ങ് നടന്നതിന് 2-3 കിലോമീറ്റർ അകലെയായിരിക്കും. ക്ഷണിച്ചില്ല. അതൊന്നും ആൾക്കാർ മീഡിയ ഒന്നും പറയുന്നില്ല. അവർ പ്രൊവോക്കഡ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയതിൻ്റെ ന്യായം അതായിരിക്കണം എന്നില്ല, മറ്റു പല കാരണങ്ങളായിരിക്കും. പക്ഷേ കോൺഗ്രസിന് ആ കാര്യത്തിൽ എന്നിട്ട് അയാൾ ക്ഷണിക്കാത്തതുകൊണ്ടും അയാളെ ഹ്യൂമിലിയേറ്റ് ചെയ്തുകൊണ്ടും സന്തോഷിക്കുക, അയാളെ വിളിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കോൺഗ്രസ് എങ്ങനെ രാജ്യത്തുള്ള ശക്തികളെ യോജിപ്പിക്കണേ? രാജ്യത്തിൻ്റെ അപകടം അതൊന്നുമല്ല. രാജ്യത്തിൻ്റെ അപകടം എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമാണ്. ഇന്ത്യ രാജ്യം രൂപീകരിച്ചതിന് ശേഷം, രാഷ്ട്രം എന്നുള്ളത് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വെല്ലുവിളി നേടുന്ന സമയമാണ്. നമ്മളൊക്കെ ധരിച്ച് ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായിട്ടുള്ള അടിയന്തരാവസ്ഥയുടെ പ്രശ്നമാണ്. അടിയന്തരാവസ്ഥ അത് പറയുന്നില്ല എന്നല്ലേ ഉള്ളൂ. അതെ, യഥാർത്ഥത്തിൽ അപ്രഖ്യാത അടിയന്തരാവസ്ഥയിൽ ഇപ്പൊ നടക്കുന്നത്. മോദിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അതെ, പല രീതിയിലുള്ള ED അന്വേഷണം നടക്കുന്നു. നമുക്കറിയാം ഇപ്പൊ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാണ് അവസാനമായിട്ട് ജയിലിൽ കിടക്കുന്നത്. ഇത് അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിൽ നിന്ന് റെയ്ഡാണ്. പല പശ്ചിമ ബംഗാളിലെ ഒരു മന്ത്രി കുറെ കാലം ജയിലിലാണ്, തമിഴ്നാട്ടിലെ ഒരു മന്ത്രി ജയിലിലാണ്, ആപ്പിന്റെ മന്ത്രി 2 പേര് ജയിലിലാണ്, എത്രയോ കാലമായി ജയിലിലാണ്. ആപ്പിന്റെ മന്ത്രി ഇദ്ദേഹം ഇപ്പൊ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ നടക്കുന്നു. അപ്പൊ ജനാധിപത്യം തന്നെ വളരെ ഡേഞ്ചറസ് സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്ത് എല്ലാ ആളുകളും കറക്റ്റായിട്ട് ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ഉറപ്പാണ്. ഈ ഒരു ഇലക്ഷനും കൂടി ബഹുഭൂരിപക്ഷത്തിൽ BJP ജയിച്ചാൽ ഇന്ത്യയുടെ അവസ്ഥ എന്താവും? ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല. അതാണ് ചുരുക്കി പറയാവുന്ന ഒറ്റ വാക്ക്. പിന്നെ ചൈനയൊക്കെ പോലെ ആവില്ല ഏകാധിപത്യം. അവിടെ പിന്നെ അവർക്കൊരു അതിൻ്റേതായ ഒരു ന്യായീകരണത്തിന് അവരുടെ രീതികളും കാര്യമുണ്ട്. ഇപ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി എന്നാലും സെൻട്രലൈസ്ഡ് ഡെമോക്രസി എന്നൊക്കെ അവർ പറയുമ്പോൾ എന്ത് ഡെമോക്രസി എന്നുള്ളതൊക്കെ വേറെ കാര്യം. പക്ഷേ അതിനകത്തെങ്കിലും അവർക്ക് നിൽക്കാം അവരുടെ ആ സിസ്റ്റത്തിൽ. നമ്മളാ സിസ്റ്റത്തിൽ നിൽക്കുന്നില്ല. നമ്മൾ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സിസ്റ്റത്തിൽ പോലും നിൽക്കാൻ പറ്റില്ല, നിൽക്കുന്നില്ല, ഉപേക്ഷിക്കുകയല്ലേ, അതൊക്കെ വിസ്മരിക്കുകയല്ലേ. എന്ത് കാര്യമാണ് ചെയ്യണതൊക്കെ ഓരോ ചെയ്യുന്നതിൻ്റെ. ഞാൻ പറഞ്ഞത് തോന്നിവാസങ്ങൾ മാത്രം ചെയ്യും. അടിയന്തരാവസ്ഥ കാലത്തുണ്ടായ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് തെറ്റാണെന്ന് വെച്ചാൽ തെറ്റല്ല എന്ന് പറയുന്നൊരു കാര്യം, ദാറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ എവോക്കേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ. അത് സിദ്ധാർത്ഥ ശങ്കറെ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ള ആൾ ഒരു പ്രഗത്ഭനായ വക്കീൽ, അഭിഭാഷകൻ, സുപ്രീം കോടതിയിൽ വേറതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ അയാൾ ഇൻവോക്ക് ചെയ്തു. ദാറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ. An unconstitutional act was done through a constitutional method. ഇതല്ല, every unconstitutional method is being done
ഇൻ ആൻ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ വേ വിത്ത് നോ സപ്പോർട്ട്. അത്രയും ഭീകരം. ഒന്ന്, ഓരോരോ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള സംഗതി പറഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ സാങ്ക്ടം സാങ്ക്ടോർ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. പാർലമെൻറ്റിൻ്റെ ശിലാസ്ഥാപനവും പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് സ്വാമിമാർ. നേരെ തിരിച്ച് അമ്പലത്തിലെ പ്രതിഷ്ഠ നടക്കുന്നത് പ്രധാനമന്ത്രി. അത് വെച്ച് കൈമാറുകയാണ്. രാഷ്ട്രഭരണത്തിൻ്റെ സംഗതികൾ സന്യാസിമാർക്ക് കൊടുക്കുകയും സന്യാസിമാർ ചെയ്യുന്നത് രാഷ്ട്രഭരണാധികാരിയും പോയി ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് ഇന്നത്തെ സംഗതി? അതന്നെ, മന്ത്രിയും തന്ത്രി ആരാന്ന് മനസ്സിലാവാത്ത മന്ത്രിയിലെ തന്ത്രിയൊക്കെ വ്യത്യാസമില്ലെന്ന് മനസ്സിലായി. അതാണ് യോഗിനൊക്കെ തന്നെ നേരത്തെ UP-യിലേക്ക് കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരികയാണ് അടുത്ത പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി. അടുത്ത പ്രധാനമന്ത്രിക്ക് വേണ്ടി സംഗതി യോഗി എന്നുള്ള രീതിയിൽ. പിന്നെ അത് യോഗി എന്നുള്ള രീതിയിലുള്ള ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ യോഗി അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള ഒരു യോഗി എന്ന് പറഞ്ഞാൽ ത്യജിച്ചവൻ എന്ന രീതിക്കാണ്. അതല്ല, ഇതെല്ലാം നേടുന്നവനാണ്, അധികാരം നേടുന്നവനായി എന്നുള്ള രീതിക്ക് തന്നെ. പെർഫോമൻസ് എന്താ പെർഫോമൻസ്? ശുദ്ധ മര്യാദകളൊക്കെ ചെയ്യണതിനൊരു മടിയില്ലല്ലോ. നാട്ടിലെ ആളുകൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ആകുന്നു. ഇന്നിപ്പോഴൊരു പ്രത്യേകത പറഞ്ഞില്ല, ഒരു പരിധിവരെ BJP വിജയിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ ചർച്ച ചെയ്യുന്നില്ല, ഇന്ത്യയിലെ പട്ടിണി ചർച്ച ചെയ്യുന്നില്ല, ഇന്ത്യയുടെ സാമൂഹികമായ പശ്ചാത്തലങ്ങളുടെ സംവരണം തുടങ്ങിയ സംഗതികളൊക്കെ ചർച്ച ചെയ്യുന്നില്ല. അതൊക്കെ റിസർവ് ചെയ്യുകയാണ് സംഗതിയൊക്കെ. അതുപോലെ തന്നെ വ്യവസായ രംഗത്തൊക്കെ ആളുകൾക്ക് കുറേ ആളുകൾ മാത്രമായി കേന്ദ്രീകരിക്കുന്നു. അതുപോലെ വിദേശത്ത് പോയി പ്രധാനമന്ത്രി എന്നതിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ അല്ലാതെ ഇപ്പം നമ്മുടെ ഏറ്റവും നമ്മുടെ മാലദ്വീപിൻ്റെ അവിടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലൊക്കെ ആ തരത്തിൽ ഉള്ള ഒരു ഗുരുതരമായ സ്ഥിതി നമുക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. പുൽവാമ ശുദ്ധ നാടകമല്ലായിരുന്നോ? അതിപ്പോൾ 5 വർഷം മുന്നേ നടത്തിയാണ്. ഇനി അങ്ങനെ സംഭവം നടത്തിക്കൂടായില്ല. അതെ, അതിന് OV വിജയൻ്റെ ഒരു ധർമ്മപുരാണത്തിലെ സംഗതി പറയേണ്ടത്, ഭരണാധികാരി ജനങ്ങളിൽ നിന്നും എതിർപ്പ് നേരിടുമ്പോൾ രാജ്യം അതിർത്തിയിൽ സംഘർഷം ഉണ്ടാവും. വിജയൻ്റെ പറഞ്ഞിട്ടുള്ള സംഗതിയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികം അത് പ്ലാൻഡാണ്. തന്നെയുമല്ല, മോദി ഈസ് ഓൺലി ആൻ AI പ്രൊഡക്റ്റ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് പ്രൊഡക്റ്റാണ്, ഒരു കൺട്രോൾ ഫ്രം റിമോട്ട്. ബട്ട് വാട്ട് ഗുഡ് പെർഫോമർ ആസ് ഫാർ ആസ് ഹി ഈസ് കൺസേൺ. നല്ല ഏറ്റവും മികച്ച ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച നടൻ. നല്ല നടനാണ് അയാൾ, നല്ല പെർഫോമറാണ് അയാൾ. ഹി ഈസ് ബീങ് കൺട്രോൾഡ് ബൈ നോട്ട് ബൈ ഹിസ് ഓൺ തിങ്കിങ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അദ്ദേഹം ഒരു റിമോട്ടായിട്ടുള്ള ഒരു വലിയ സിസ്റ്റത്തിൻ്റെ ഒരു മുൻപിൽ നിർത്തിയിട്ടുള്ള ഒരു സംഗതി മാത്രമാണ്. അവരുടെ BJPയുടെ അല്ല, BJP ഈസ് ഓൺലി ആൻ ഇൻസ്ട്രുമെൻറ്റ്. RSS ആണ് ശരിക്കും. RSSൻ്റെ തിങ്ക് ടാങ്ക് ചർച്ച ചെയ്ത് ഏൽപ്പിക്കുന്ന ചുമതലകൾ നിർവഹിക്കുന്ന ഹീസ് ഒരു എക്സിക്യൂട്ടർ മാത്രമാണ്. എക്സിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എക്സിക്യൂട്ടൻറ്റ്. ഇതിനകത്ത് സാധാരണ എക്സിക്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6 സെൻസിലല്ല പറയുന്നത്. ഇപ്പോൾ യുദ്ധങ്ങളിലൊക്കെ എക്സിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു നല്ല എക്സിക്യൂട്ടർ കൊല ചെയ്യുന്ന ആ ഒരു എന്നുപോലെ ആവുകയും ഈ ഒരു എക്സിക്യൂട്ടൻ്റ് നിലയിൽ ഇയാൾ ഇങ്ങനെ ചെയ്യുകയും ചെയ്യണം. വളരെ ഭീകരമാണ്. എനിക്ക് തോന്നുന്നത് ലോക രാഷ്ട്ര ചരിത്രങ്ങളൊക്കെ നോക്കുമ്പോൾ അത്രയും ശക്തമായിട്ട് ചെയ്തിട്ടുള്ള ഹിറ്റ്ലറിൻ്റെ ഒരു രീതിക്ക് എത്തുകയാണ്. അൺമൈൻഡ്ഫുൾ ഓഫ് ദ ഒബ്ജക്ഷൻ. വേറെ ഒരു 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 അത് അവർ അന്ധമാണ് ഒരു മതപരമായി, അല്ലെങ്കിൽ ആ നമ്മൾ വിശ്വാസികൾ കൊണ്ട് നടക്കുന്ന എന്താ കുഴപ്പം? ഇതൊന്നുമല്ല, അന്ധമായി അവരത് അടിച്ചമർത്തുകയാണ്. പക്ഷെ ഇതൊന്നും കാണാത്ത കോൺഗ്രസിനാണോ നമ്മൾ ജയിപ്പിക്കേണ്ടത്? അല്ല, പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും കോൺഗ്രസ്സിന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വേരുകളുള്ള പാർട്ടി ഇപ്പോഴും കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് പൂർണ്ണമായി ഇല്ലാതായിട്ടില്ല. വ്യാപകമായ വേര് എല്ലാ തലത്തിലും എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായ വേരുകൾ. ഇപ്പൊ എനിക്ക് തോന്നുന്നു പിന്നെ മറ്റേത് പാർട്ടിക്കുള്ളതിനേക്കാൾ BJPക്കുള്ളതിനേക്കാൾ കൂടുതൽ വേരുകളുള്ള പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസിനെ വേണമെങ്കിൽ തിരിച്ചു കൊണ്ടുവരാവുന്നേ ഉള്ളൂ. കൃത്യമായൊരു പ്ലാനും കൃത്യമായിട്ടുള്ള ഒരു നേതൃത്വം ഉണ്ടെങ്കിൽ കോൺഗ്രസ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അതിന് കോൺഗ്രസിൽ നേതാക്കന്മാരില്ല എന്നുള്ളത്. സാറിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിന് യഥാർത്ഥത്തിൽ മാതൃകാപരമായി പ്രവർത്തനം കാഴ്ചവെക്കാൻ നേതാക്കന്മാരില്ല. പക്ഷെ എങ്കിൽ പോലും വരാനിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തെ നമ്മൾ കാണാതെ പോകരുതല്ലോ. വരാനിരിക്കുന്ന ദുരന്തം എന്ന് പറയുന്നത് സാർ തന്നെ പറഞ്ഞ ഇനി ഒരു ഇലക്ഷൻ ഉണ്ടാവില്ല. ചിലപ്പോൾ ബഹുഭൂരിപക്ഷത്തിൽ മോദി അധികാരത്തിൽ വരുവാണെങ്കിൽ ഇലക്ഷൻ പോലും ഇല്ലാത്താവും. മാത്രമല്ല, നമ്മൾ കാണേണ്ട ഒരു സംഭവമുണ്ട്, ഇന്ത്യൻ്റെ പേര് പോലും മാറും. ഇന്ത്യ എന്നുള്ളത് ശരിക്കും പേര് മാറുകയും ഭാരതം എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറുകയും
ഇവിടുത്തെ മറ്റ് കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതെ ഭക്തിയും മറ്റ് കാര്യങ്ങളും മാത്രം ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന വളരെ അടിമകളായിട്ടുള്ള ഒരു ജനതയാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. അതിനെതിരെ പ്രതികരിക്കേണ്ട അല്ലെങ്കിൽ ശക്തമായ രീതിയിൽ മൂവ് ചെയ്യേണ്ട ഒരു കടമയുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ സോഷ്യലിസ്റ്റ് നേതാവ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ചോദിക്കാം. എല്ലാവർക്കും ഉണ്ട്. പിന്നെ മറ്റൊരു ഇപ്പോൾ പറഞ്ഞ പോലെ ഈ കോൺഗ്രസിൻ്റെ കാര്യം, ഒരു കബന്ധം എങ്ങനെ ഒരു യുദ്ധം നയിക്കും? കോൺഗ്രസ് തലയില്ല, ബോഡി മാത്രമേ ഉള്ളൂ. കബന്ധം പോയി യുദ്ധം ചെയ്യാൻ പറ്റും? ആരെ നോക്കി എവിടെ നോക്കി ചെയ്യും? അതാണ് കോൺഗ്രസിൻ്റെ സ്ഥിതി. ആരും നിയന്ത്രിക്കാനില്ല. വന്നവനും കണ്ടവനും കേട്ടവനൊക്കെ ഇത് കൊണ്ടു കിടക്കണം. ഈ സാധനമൊക്കെ ചുമങ്ങനെ എഴുന്നള്ളിച്ചിട്ട് കിടക്കുക. നമ്മൾ സാധാരണ ഈ കാളയെ ചില കളിക്കാളകളെ കൊണ്ടു നടക്കുന്ന പഴയ പരിപാടികളൊക്കെ നടത്തുന്ന പോലെ കൊണ്ടു നടക്കുകയാണ് ഇങ്ങനെ ഇയാളെ കൊണ്ടു നടക്കുക. ഈ രാഹുൽ ഗാന്ധിനെ ഒരിക്കലും സീരിയസ് അല്ല. ഞാൻ പറയണത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സോഷ്യലിസ്റ്റ് ശക്തികൾക്ക് ഇപ്പോൾ എല്ലാവർക്കും തന്നെ യോജിക്കാൻ പറ്റിയിട്ടില്ല. യോജിപ്പിച്ച് നിർത്തേണ്ട ചുമതലയുണ്ടല്ലോ. അപ്പോൾ ചോദിക്കും സോഷ്യലിസ്റ്റുകൾക്ക് ഇല്ലേ എന്നുള്ള ചോദ്യമുണ്ട്. പ്രസക്തമാണോ? ഇവരെ നിരാശപ്പെടുത്തുന്ന രീതിക്കാണ് കോൺഗ്രസ്. അല്ല, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മളൊക്കെ തന്നെ. അടിയന്തരാവസ്ഥ കോൺഗ്രസ്സിന് എതിരായിട്ട് നിർത്താൻ വേണ്ടി ഒരിക്കൽ പോലും ഒരു സോഷ്യലിസ്റ്റ് ആളുകൾക്കൊക്കെ ജനസംഘം പോലുള്ള അന്നത്തെ ഈ BJPയുടെ അതിന് പ്രാകൃത രൂപമായി യോജിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അതുപോലെ മറ്റാൾക്കൊക്കെ യോജിക്കാൻ പറ്റും? കോൺഗ്രസ്സിൽ നിന്ന് തന്നെ അന്ന് ജഗജീവൻ റാം പോലുള്ള ആൾക്കാർ, നന്ദിനി സത്പതി, ചന്ദ്രശേഖർ, കൃഷ്ണകാന്ത്, മോഹൻ താരിയ തുടങ്ങിയ നേതാക്കന്മാരൊക്കെ തന്നെ അവരൊക്കെ വരുമ്പോൾ ഈവൻ മൊറാർജി ദേശായി പോലുള്ള ആൾക്കൊക്കെ തന്നെ ഒരിക്കലും അന്ന് ജനസംഘമായിട്ട് യോജിച്ച് പോകാത്ത ആൾക്കാരാണ്. പോകേണ്ടി വന്നത് എന്താ? മലവെള്ളം വരുമ്പോൾ നമ്മൾ ഒരു ഇടം തേടുമ്പോൾ അതിനകത്ത് പാമ്പുണ്ടോ, വഴുതാരയുണ്ടോ, കീരിയുണ്ടോ എന്നൊക്കെ നോക്കേണ്ട കാര്യമില്ല. കാരണം ആദ്യം ജീവൻ. അങ്ങനൊരു ചിന്ത അന്ന് കോൺഗ്രസ് ഇതര കക്ഷികൾക്കുണ്ടായ ഒരു ചിന്ത ഇന്ന് കോൺഗ്രസ്സിന് ഇല്ലാത്തതാണ് ഇന്ത്യയുടെ ഇന്നത്തെ ശാപം. ഇപ്പോഴും അവർ സില്ലിയായിട്ട് നടക്കുക. അവരൊക്കെ കർണാടക തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇവർ വിചാരിച്ചു ഒക്കെ റെഡിയാവുമെന്ന് വിചാരിച്ചു. മധ്യപ്രദേശും രാജസ്ഥാനും അവരിപ്പോൾ ജയിക്കുന്നവർ എല്ലാം നമ്മുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെയൊക്കെ എന്തായാലും ഒരു നേരിയ ഭൂരിപക്ഷം അങ്ങനെയൊക്കെ വരുള്ളൂ എന്ന് വിചാരിച്ചു. അതും അല്ലല്ലോ സ്ഥിതി. വാഷ് ഔട്ടാണ്. എന്താണ് ഇപ്പോഴും ചിന്തിക്കാത്തത്? എന്നിട്ട് പിന്നാലെ പിള്ളേർ കളിച്ച് നടക്കും. പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ വീട്ടിൽ നിന്ന് വളരെ കഞ്ഞിയില്ലാത്തപ്പോൾ പിള്ളേർ പോയി ക്രിക്കറ്റ് കളിക്കാൻ പോകണമെന്ന് പറഞ്ഞ പോലെയാണ് ഈ ഇദ്ദേഹം പോണത്. നടക്കാൻ പോകുന്നത്. അത് വീട്ടിൽ കഞ്ഞിക്കില്ല, നിവൃത്തിയില്ല. എന്നാൽ എവിടെയെങ്കിലും പോയി ഒരു പ്ലാവില കൊണ്ടുവരാൻ പറഞ്ഞാൽ പോലും പറ്റാത്ത ആൾക്കാർ പോയി ക്രിക്കറ്റ് കളിക്കാൻ പോകണം പിള്ളേരുടെ പോലെ. നമ്മളൊക്കെ ആ ഒരു ഘട്ടത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുക. കഞ്ഞിക്കില്ലാത്തവൻ ക്രിക്കറ്റ് കളിക്കാൻ പോകാൻ പറ്റും. ആ ഒരു രീതിക്ക് പറഞ്ഞു നോക്കുമ്പോൾ അതാണ് കോൺഗ്രസ്. കഞ്ഞിക്കില്ലാത്തവൻ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ആദ്യം അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള പ്രതികരണം പോലും ഇല്ല. വല്ലപ്പോഴൊക്കെ ആകെ കൂടി തലയ്ക്ക് വെളിവുള്ള ഒരു നേതാവ് ശശി തരൂരാണ്. അദ്ദേഹത്തെ അംഗീകരിക്കുന്നവർ തൊടിക്കില്ല. അയാൾ പറയണ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കാനോ കേൾക്കാനോ ഇല്ല. എല്ലാവർക്കും പുച്ഛമല്ല കോൺഗ്രസിൻ്റെ ആളുകൾക്കൊക്കെ. അതായത് ആ കോൺഗ്രസിനകത്ത് ഒരു കഴിവുള്ളവനെയോ അല്ലെങ്കിൽ ഒരു ഇങ്ങനെയുള്ള ആൾക്കാരെയൊന്നും അംഗീകരിക്കാൻ തയ്യാറായ ഭൂരിപക്ഷം വരില്ല. പണ്ട് ചന്ദ്രശേഖരൻ എങ്ങനെയായിരുന്നു? ജനകീയമായ സപ്പോർട്ടൊക്കെ ഉണ്ട്. ചന്ദ്രശേഖർ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ നോമിനേഷൻ കൊടുത്തിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ നോമിനികൾക്കെതിരായി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഇന്ദിരാഗാന്ധിയുടെ പ്രതാപകാലത്ത് മത്സരിച്ച് ജയിച്ച ഒരാളാണ്. അത് ഇപ്പം യഥാർത്ഥത്തിൽ ഇപ്പം ശശി തരൂർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ വലിയ വോട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അതൊരു വലിയൊരു മൂവ്മെൻ്റ് ആയിരുന്നു. അത് ഒരു കാര്യം നമ്മൾ ഞാനൊക്കെ കോൺഗ്രസ്സിൽ നിന്നും പണ്ട് കാലത്തൊക്കെ പറഞ്ഞ പോലെ കോൺഗ്രസ്സിൽ നിന്നൊക്കെ വന്നിട്ടുള്ളത് കോൺഗ്രസിൻ്റെ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഫ്രം വിതിൻ ദ കോൺഗ്രസ് അതിനാണ് പ്രധാനമായി ലീഡ് ചെയ്യാൻ പറ്റുക. പക്ഷേ അന്നത്തേക്കാൾ വ്യത്യസ്തമായി ഇന്ന് കോൺഗ്രസ് അടിമകളുടെ പാർട്ടിയായി മാറി. അത് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയെടുക്കുന്ന കാലമായി മാറി. പിന്നെ തന്നെയല്ല, കോൺഗ്രസിനകത്ത് തന്നെ നിന്നുകൊണ്ട് BJPക്ക് ചാരപ്രവൃത്തി നടത്തുന്ന ആൾക്കാരുടെ എണ്ണവും കൂടി. അല്ല, അതിപ്പോൾ നമുക്കറിയാം. ഇപ്പം MP-മാരുടെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും MLA-മാരുടെ എണ്ണം എടുത്ത് നോക്കിയാൽ ഇവരെല്ലാം ഇവരുടെ പൂർവാശ്രമത്തിൽ കോൺഗ്രസ് ആയിരുന്നു. ഭൂരിപക്ഷം ആളുകളും കോൺഗ്രസ് നിന്ന് വന്ന ആളുകളാണ്. ഇപ്പം നോക്കൂ, ഇപ്പം ഈ ബീഹാറിൽ പോലും കുറെ ആളുകൾ ചാടാൻ വേണ്ടി റെഡിയായി നിൽക്കാൻ ചാൻസ് നോക്കിയാണ്.
എവിടെയൊക്കെ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം കോൺഗ്രസിന്റെ MP-മാരും അല്ലെ MLA-മാരും അവരുടെ പക്ഷത്തേക്ക് ചായാൻ വേണ്ടി നിൽക്കുന്നു. അതെ അതെ ഇതിപ്പം ഗോവയിൽ നടക്കുന്നു. എലക്ട് ചെയ്യപ്പെട്ട എല്ലാ ആളുകളും കൂട്ടത്തോടെ പോകുന്നു. അപ്പോൾ കോൺഗ്രസിൽ എലക്ട് ചെയ്യപ്പെടുന്ന ആളുകൾ കൂടെ നിൽക്കും. എന്ത് വിശ്വാസമുള്ളത്? ആർക്കും വിശ്വാസമില്ലാത്ത അവസ്ഥയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊക്കെ പറയുമ്പോഴൊക്കെ തന്നെ നമുക്ക് ഒരു വളരെ ആശങ്കപ്പെടുന്ന ഒരു കാര്യം, ഈ ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ 8-10 കോടി മുസ്ലിംസ് തന്നെയുണ്ട്. ക്രിസ്ത്യൻസ് ഈസ് ഹൈലി നോമിനൽ. എന്നാൽ അവർ പോലും ഒരു സംഘടിതമായി ചിന്തിക്കുകയും അവരുടെ വിശ്വാസങ്ങൾക്ക് നിലനിൽപ്പില്ല. ഒരു മതരാഷ്ട്രമായി മാറുന്ന ഇന്ത്യയിൽ എങ്ങനെ ചേർത്ത് നിൽക്കണമെന്നോ എങ്ങനെ യോജിച്ച് നിൽക്കണമെന്നോ ചിന്തിക്കുന്നില്ല ഇപ്പോഴും. അങ്ങനെയുണ്ടൊരു പ്രശ്നം. അത് തന്നെയല്ല, അതിനകത്തുള്ള വേറൊരു പ്രശ്നം, അതിനെ ലീഡ് ചെയ്യാൻ നിൽക്കാൻ പറ്റും, അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നിൽക്കുക. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. PC ജോർജിനെ പോലെയുള്ള വലിയ പോരാട്ട വീര്യമുള്ള ആളുകളൊക്കെ BJP പാളയത്തിലേക്ക് പോകുന്ന നമ്മൾ കാണുകയാണ്. അതിപ്പോൾ എക്സിസ്റ്റൻസിൻ്റെ പ്രശ്നമാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയം നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയമാണ്. എങ്ങനെ നിലനിൽപ്പ്? വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഐഡിയോളജിക്കലി നിലനിൽപ്പിൻ്റെ സംഗതിയാണ്. യു ക്യാൻ ബി എ ഫൈറ്റർ. പക്ഷേ ഇനി അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയാണോ ഇന്ത്യയിൽ? അത്തരത്തിലൊരു ഫൈറ്റിംഗ് നടക്കും? അതെ, നടക്കില്ല എന്ന് ശരി പറയുമ്പോൾ ഒരു കാര്യം, അതൊരു പ്രസക്തമായ ചോദ്യമാണ്, സാധ്യമാകുമെന്നുള്ളത്. സൂര്യനസ്തമത്തിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ കോട്ടും കുപ്പായും അഴിച്ചു വെച്ച് മഹാത്മാഗാന്ധി വന്ന രാജ്യം ജയിച്ചില്ലേ യുദ്ധം? പക്ഷേ എതിരാളികൾ മാന്യന്മാരായിരുന്നു. ബ്രിട്ടീഷുകാർ മാന്യന്മാരായിരുന്നു. അതും കൂടി അതാണ് ഞാൻ പറഞ്ഞത്. അത് അന്ന് ബ്രിട്ടീഷുകാരെ അല്ല, അന്ന് ജർമ്മൻകാരാണ് ഭരിച്ചിരുന്നെങ്കിൽ നമുക്കിതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരില്ല. ഫ്രഞ്ചുകാരായാലും കിട്ടൂല. ബ്രിട്ടീഷുകാർക്ക് വലിയൊരു പാരമ്പര്യമുള്ളതുകൊണ്ട് ആനുഷംഗികമായി ഞാനൊരു കുത്ത് പറയാം. ഇത്തരത്തിലുള്ള ഓരോ ജനാധിപത്യത്തിനും അല്ലെങ്കിൽ മതേതരത്വത്തിനും എതിരായിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ നടത്തുമ്പോൾ കേരളത്തിലെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ മേലധികാരികൾ നിഷ്ക്രിയത്വമാണ്. സ്വാതന്ത്ര്യ സമരകാലത്തും ഉണ്ടായ അതേ അനുഭവം, ഒരു പ്രോഗ്രസീവായിട്ടുള്ള പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഉണ്ടായിരുന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലത്തുണ്ടായിട്ടുള്ള വിമോചന സമരം. ഞാൻ അങ്കമാലിയിൽ എൻ്റെ വീടിൻ്റെ മുൻവശത്താണ് വെടിവെപ്പാണ്. വീടിൻ്റെ മുൻവശത്ത് ഞങ്ങളൊക്കെ അന്ന് ജാഥ നടക്കുമ്പോൾ ഞാൻ കണ്ട ചെറുപ്പത്തിൽ നിന്ന് കാണുകയല്ലേ. ഞാൻ പറഞ്ഞത് അപ്പോൾ അതാണ് പാരമ്പര്യം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അപ്പോഴൊക്കെ തന്നെ അവരുടെ വിശ്വാസം വരികയാണ്. അപ്പോൾ അവരുടെയൊക്കെ ധാരണ ഇങ്ങനെ ഇടതുപക്ഷം ഇങ്ങനെ തോന്നി. എന്നാൽ എവിടെയെങ്കിലും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഈ BJPയുടെ RSSൻ്റെ ആക്രമണം വരുമ്പോൾ എന്തെങ്കിലും ഒരു പുൽനാമ്പ് കൊണ്ടെങ്കിലും ഒരു തിരിച്ച് കാണിക്കാനോ പറയാനോ ഒരൊറ്റ കോൺഗ്രസ്സുകാരുണ്ടാവാറില്ല. പിന്നെ ഇങ്ങനെ പുതിയ പ്രൊജക്റ്റിനെ എന്താണ് പുതിയ പ്രൊജക്റ്റ് ടീംസേ പറയട്ടെ, എന്താണ് പുതിയ പ്രൊജക്റ്റ് എന്നുള്ളത് പറയണ്ടേ? ഞാൻ ചോദിക്കുന്നതൊക്കെ എന്ന് വെച്ചാൽ ഇവർക്കൊക്കെ ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ആത്മപരിശോധന. BJP അധികാരത്തിൽ വരികയും ചെയ്താൽ പിന്നെ കോൺഗ്രസ് ഉണ്ടാവില്ല കേരളത്തിൽ. നമ്മുടെ ആളുകൾക്ക് മറ്റുള്ള കാര്യങ്ങളിൽ കുറ്റം പറയാനും ഗുപ്തമായ കാര്യങ്ങളെ അന്വേഷിക്കാനുമുള്ള ഒരു ത്വര കൂടുതലാണ് മലയാളികൾക്ക്. മന്ത്രിമാർ തർക്കമുണ്ടാക്കണതും വീഴ്പ്പലക്കണതും നടുറോട്ടിലാണ്. ഞാൻ ആ കാര്യത്തിൽ ദുഃഖിതനാണ് യഥാർത്ഥത്തിൽ. ഒന്ന് പറഞ്ഞ് രണ്ടാം വാക്കിന് ഒരു പിണറായി വിജയനെ വിളിക്കുക, ഒന്നും പറ്റില്ല പിണറായി വിജയൻ്റെ അച്ഛനെങ്കിലും വിളിക്കുക. അവിടെ പോയി രാഹുൽ ഗാന്ധി പറയുമ്പോൾ പോയി ഇതൊക്കെ വിളിച്ച് ഗാന്ധി പ്രതിമയുടെ മുമ്പിൽ നിൽക്കാന്ന് പറഞ്ഞാൽ വേറൊരു പണി പറ്റണില്ല. ബഡ്ജറ്റ് അവതരിപ്പിക്കലോ ചെയ്താലല്ല പ്രശ്നം, എക്സിക്യൂഷൻ. ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഭൂരിപക്ഷത്തോടുകൂടി തിരിച്ചു വരാണെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട, നമുക്കൊരു തെരഞ്ഞെടുപ്പ് ചർച്ച നടത്തേണ്ടി വരില്ല.